وإذا سألك عبادي عني فإني قريب أجيب دعوة. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. في الدنيا والآخرة ويسألونك عن اليتامى قل إصلاح لهم خير وإن تخالطوهم فإخوانكم والله يعلم المفسد من المصلح ولو شاء الله لأعنتكم إن الله عزيز حكيم. ولا تنكحوا المشركات حتى يؤمنوا ولأمة مؤمنة خير من مشركة ولو أعجبتكم ولا تنكحوا المشركين حتى يؤمنوا ولعبد مؤمن خير من مشرك ولو أعجبكم أولئك يدعون إلى النار والله يدعو إلى الجنة والمغفرة بإذنه ويبين آياته للناس لعلهم يتذكرون. السلام عليكم ورحمة الله. സൂറ അൽ ബഖറയിലെ 220-221 വചനങ്ങളാണ് ഇന്ന് നമ്മൾ പഠനവിധേയമാക്കുന്നത്. ഇൻഷാ അല്ലാഹ്. ഈ 219 വചനം, അതിൻ്റെ തൊട്ട് മുമ്പുള്ള വചനത്തിൽ രണ്ട് കാര്യങ്ങളാണെന്നുള്ളത് പറഞ്ഞു. ഒന്ന് മദ്യത്തെ സംബന്ധിച്ചും ചൂതാട്ടത്തെ സംബന്ധിച്ചും അതിൽ കൂടുതൽ ഉപദ്രവങ്ങളാണ് ഉള്ളത്, അതുകൊണ്ട് അത് ഒഴിവാക്കുകയാണ് ഏറ്റവും ഉത്തമം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അവസാന ഭാഗത്തിൽ യസ്അലൂനക മാദാ യുൻഫിഖൂൻ, എന്താണ് അവർ ചെലവഴിക്കേണ്ടത് എന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ കയ്യിൽ മിച്ചമുള്ളതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം എന്നാണ് അല്ലാഹു പറയുന്നത്. അതിൽ എന്തിലൊക്കെ ഫിദ്ദുനിയാ വൽ ആഖിറ, തുടർന്ന് കൊണ്ട് അല്ലാഹു പറയുന്നത് ദുനിയാവിലും ആഖിറത്തിലും. വയസ്അലൂനക അനിൽ യതാമ, അനാഥകളെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. ഖുൽ ഇസ്ലാഹുൻ ലഹും, ഖുൽ ഇസ്ലാഹ് ലഹും ഖൈർ, പറയുക അവർക്ക് നന്മ ചെയ്യുന്നതാകുന്നു ഏറ്റവും ഉത്തമം. അപ്പോൾ ദുനിയാവിൻ്റെ വിഷയത്തിലും ആഖിറത്തിൻ്റെ വിഷയത്തിലും നിങ്ങൾ ധനം ചെലവഴിക്കണം. എന്നിട്ട് അല്ലാഹു പറയുന്നത് യസ്അലൂനക അനിൽ യതാമ, അനാഥകളെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. അപ്പോൾ അവർക്ക് നന്മ ചെയ്യണം. ഇസ്ലാഹുൽ ലഹും ഖൈർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനാഥ സംരക്ഷണത്തെ സംബന്ധിച്ച് പറഞ്ഞ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇത് ഏറ്റവും നമുക്കൊക്കെ സുപരിചിതമായൊരു വചനമാണ്. ആരെങ്കിലും അനാഥയെ സംരക്ഷിച്ചാൽ അവനും ഞാനും സ്വർഗത്തിൽ
ഈ രണ്ട് വിരലുകൾ ഉയർത്തിക്കാണിച്ച് ഈ വിരലുകൾ ചേർന്ന് നിൽക്കുന്നത് പോലെ ഞാനും അവനും സ്വർഗത്തിൽ ഇങ്ങനെ ആയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാൻ കഴിയും. അപ്പോൾ അനാഥകൾക്ക് സംരക്ഷണം നൽകുക, അവർക്ക് നന്മകൾ ചെയ്യുക എന്നതാണ് നമ്മൾ ചെലവഴിക്കുന്ന വിഷയത്തിൽ വളരെ മുൻഗണന നൽകേണ്ട ഒരു വിഷയമായി ഇവിടെ അള്ളാഹു പറയുന്നത്. ഇനി വൈൻ തുഹാലി തൂഹും ഇഖ്വാനുക്കും, ഇനി ആ അനാഥ മക്കൾ അവർ നിങ്ങളുടെ കൂടെ തന്നെയാണ് കഴിയുന്നത്, നിങ്ങളുടെ വീട്ടിലെ ഒരംഗമായിട്ടാണ് കഴിയുന്നത് എങ്കിൽ ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സഹോദരന്മാരുണ്ടാവും, മക്കളുണ്ടാവും, അതുപോലെ നിങ്ങളുടെ കുടുംബത്തിലെ മറ്റംഗങ്ങളുണ്ടാവും. അവരോട് എങ്ങനെയൊക്കെ നിങ്ങൾ പെരുമാറുന്നുവോ അതുപോലെ അവരെയും കണക്കാക്കണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മക്കൾക്കും നമ്മുടെ സഹോദരങ്ങൾക്കും ഒക്കെ നൽകുന്നത് പോലെ തന്നെ ഈ അനാഥ മക്കൾ, അഥവാ നിങ്ങളുടെ കൂടെയാണ് അവർ കഴിയുന്നത്, നിങ്ങളുടെ സംരക്ഷണത്തിലാണ് അവർ കഴിയുന്നത്, അതുപോലെ നിങ്ങളുടെ സഹോദരങ്ങൾക്കൊക്കെ നൽകുന്നത് പോലെ ഈ അനാഥകളുടെ വിഷയത്തിലും നിങ്ങളുടെ ധനത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. എന്നിട്ട് അല്ലാഹു പറയുന്നു, വല്ലാഹു യഅലമുൽ മുഫ്സിദ മിനൽ മുസ്ലിഹ്, നന്മ പ്രവർത്തിക്കുന്നവനിൽ നിന്ന് കുഴപ്പമുണ്ടാക്കുന്നവനെ തീർച്ചയായും അള്ളാഹു മനസ്സിലാക്കുന്നുണ്ട്. ഇത് പ്രത്യേകം ഇവിടെ പറയാനുള്ള കാരണം, അനാഥ മക്കളെ എക്കാലത്തും ചൂഷണം ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു. മക്കായിലെ മുശ്രിക്കുകൾക്കിടയിൽ അങ്ങനെ ആളുകളുണ്ട്. അനാഥകളെ സംരക്ഷിക്കും, അനാഥകളുടെ സംരക്ഷണം ഏറ്റെടുക്കുകയും എന്നിട്ട് അവരുടെ സമ്പത്ത് അന്യായമായി തിന്നുകയും ചെയ്തിരുന്ന ആളുകളുണ്ടായിരുന്നു. എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമ ബിളുൽമിൻ വമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറാ, അനാഥകളുടെ സ്വത്ത് അന്യായമായി തിന്നുന്നവൻ അവൻ വിചാരിക്കേണ്ടത് അവൻ്റെ വയറ്റിലേക്ക് അവൻ തിന്നുകൊണ്ടിരിക്കുന്നത് നരകത്തിൻ്റെ കഷ്ണമാണ് എന്നാണ്, നരകമാണ് അവർ തിന്നുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ അനാഥകളുടെ സ്വത്ത് അന്യായമായി അനുഭവിക്കുന്നവൻ അവൻ നരകത്തിലേക്കുള്ള ഓഹരിയാകുന്നു സൂക്ഷിച്ചു വെക്കുന്നത് എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അള്ളാഹു പ്രത്യേകം പറയുന്നത്, വല്ലാഹു യഅലമുൽ മുഫ്സിദ മിനൽ മുസ്ലിഹ്, അനാഥകളോട് നന്നായി പെരുമാറുന്നവൻ ആരാണ് എന്നും അതുപോലെ തന്നെ അനാഥകളോട് അന്യായമായി പെരുമാറുന്നവൻ, കുഴപ്പമുണ്ടാക്കുന്നവൻ ആരാണ് എന്നും അള്ളാഹു അറിയുന്നു. വലൗ ശാ അല്ലാഹു ലഅഅനതകും, അവൻ വലൗ ശാ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലഅഅനതകും, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുമായിരുന്നു. ഇന്നല്ലാഹ അസീസുൻ ഹക്കീം, തീർച്ചയായും അല്ലാഹു ഏറെ പ്രതാപവാനും യുക്തിമാനുമാകും. അപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ ഈ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമായിരുന്നു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ. പക്ഷേ നിങ്ങൾക്ക് നല്ല പടച്ചോൻ നിങ്ങൾക്ക് ഹൈറ് തന്നില്ലേ, പടച്ചോൻ നിങ്ങൾക്ക് സമ്പത്ത് തന്നില്ല. അതുകൊണ്ട് അനാഥകളുടെ വിഷയത്തിലും അതുപോലെയുള്ള നല്ലതായ വിഷയങ്ങളിൽ നിങ്ങളുടെ സമ്പത്ത് ചിലവഴിക്കണം എന്ന സൂചനയാണ് അള്ളാഹു നൽകുന്നത്. തുടർന്നുകൊണ്ട് 221 വചനം മുതൽ ഏതാനും വചനങ്ങൾ വിവാഹ ജീവിതവുമായി ദാമ്പത്യ ജീവിതവുമായി വിശ്വാസികൾ എന്ന നിലക്ക് നാം സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് അല്ലാഹു വിശദീകരിക്കുന്നത്. വലാ തൻകിഹുൽ മുശ്രിക്കാത്ത്, നിങ്ങൾ മുശ്രിക്കുകളായ ബഹുദൈവ വിശ്വാസികളായ ആളുകളെ വിവാഹം കഴിക്കരുത്. ഹത്താ യുഅ്മിന്ന, അവർ വിശ്വാസികളാകുന്നത് വരെ. അപ്പോൾ വിശ്വാസിയല്ലാത്ത ഒരു സ്ത്രീയെ, കാഫിറായ ഒരു സ്ത്രീയെ ഒരിക്കലും നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. മുശ്രിക്കത്തായ ഒരു പെണ്ണിനെ നിങ്ങൾ ഒരിക്കലും വിവാഹം കഴിക്കരുത്. വല അമത്തും മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രിക്ക, അടിമയായ ഒരു സ്ത്രീയാണ് അങ്ങനെയുള്ള മുശ്രിക്കായ ബഹുദൈവ വിശ്വാസിനിയായ സ്ത്രീയേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അടിമ സമ്പ്രദായം നിലവിലുണ്ടായിരുന്ന കാലത്താണ് ഇത് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പം
വിശ്വാസികളായ സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ആളുകളാണ് നിങ്ങൾക്ക് ഈ മുശ്രിക്കുകളായ ആളുകളെക്കാളും നിങ്ങൾക്ക് നല്ലത്. വലവു ആഴ്ചപ്പത്തുക്കും അവർ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും എന്ന് പറഞ്ഞാൽ അവരുടെ ഭംഗിയോ അവരുടെ സമ്പത്തോ മറ്റു വല്ല ദുനിയാവിലും മറ്റു സൗകര്യങ്ങളോ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത് നിങ്ങളുമായി ആദർശപ്പൊരുത്തമുള്ള ആളുകളെയാണ് എന്നാണ് അല്ലാഹു സൂചിപ്പിക്കുന്നത്. വലാ തുൻകിഹുൽ മുശ്രിക്കീന ഹത്താ യുഅ്മിനൂ. അതേപ്രകാരം തന്നെ നിങ്ങൾ മുശ്രിക്കുകളായ ആളുകൾക്ക് വിവാഹം കഴിച്ച് നിങ്ങളുടെ പെൺമക്കളെ വിവാഹം കഴിച്ച് കൊടുക്കാനും പാടില്ല. ഹത്താ യുഅ്മിനൂ, അവർ വിശ്വസിക്കുന്നത് വരെ. വല അബ്ദുൻ മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രിക്, വിശ്വാസിയായ അടിമയാണ് മുശ്രിക്കായ ബഹുദൈവ വിശ്വാസിയായ ആളെക്കാൾ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. വലൗ അഅ്ജബക്കും, അവർ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും. എന്ന് പറഞ്ഞാൽ വിശ്വാസിയായ ഒരു വിശ്വാസിയല്ലാത്തൊരു പെണ്ണിനെ വിശ്വാസിയായ ഒരു പുരുഷന് വിവാഹം കഴിക്കാൻ പാടില്ല എന്നതുപോലെ തന്നെ വിശ്വാസിയല്ലാത്തൊരു വിശ്വാസിയല്ലാത്തൊരു പുരുഷനെ കൊണ്ട് വിശ്വാസിയായ ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കാനും പാടില്ല എന്നതാണ് ഇവിടെ അല്ലാഹു സൂചിപ്പിക്കുന്നത്. വല അബ്ദുൻ മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രിക്, വിശ്വാസിയായ അടിമയാണ് ഖൈറും മിൻ മുശ്രിക്, ബഹുദൈവ വിശ്വാസിയായ അടിമയേക്കാൾ ഏറ്റവും ഉത്തമം. വലൗ അഅ്ജബക്കും, അവർ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും ശരി, അവരുടെ സമ്പത്തോ സൗന്ദര്യമോ ഒക്കെ നല്ല നിലയിലാണ്, അങ്ങനെ അവർ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും നിങ്ങളുടെ പെൺമക്കളെ, നിങ്ങളുടെ സഹോദരിമാരെ അവർക്ക് മുശ്രിക്കുകളായ ആളുകൾക്ക് വിവാഹം കഴിപ്പിച്ച് കൊടുക്കരുത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഉലൈക യദഊന ഇലന്നാർ, അവർ തീർച്ചയായും നരകത്തിലേക്കാകുന്നു നിങ്ങളെ ക്ഷണിക്കുന്നത്. വല്ലാഹു യദഊ ഇലൽ ജന്ന, അല്ലാഹു നിങ്ങളെ സ്വർഗത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. അപ്പം നശ്വരമായ ഈ ഭൗതിക ജീവിതത്തിലെ എന്തെങ്കിലും സുഖസൗകര്യങ്ങൾ കണ്ട് ആദർശം മറന്നുകൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കരുത്, നിങ്ങളുടെ പെൺമക്കളെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കരുത് എന്നാണ് അല്ലാഹു പറയുന്നത്. വല്ലാഹു യദഊ ഇലൽ ജന്നതി വൽ മഗ്ഫിറതി ബിദിനിഹി, അല്ലാഹു നിങ്ങളെ സ്വർഗത്തിലേക്കും അവൻ്റെ അനുവാദത്തോടുകൂടി പാപമോചനത്തിലേക്കുമാകുന്നു നിങ്ങളെ ക്ഷണിക്കുന്നത്. അപ്പോൾ സ്വർഗമാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം, നമ്മുടെ ആദർശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് അവിശ്വാസികളായ ആളുകളുമായി നിങ്ങൾ ദാമ്പത്യ ബന്ധത്തിലേർപ്പെടാൻ പാടില്ല, വിവാഹബന്ധങ്ങൾ പാടില്ല എന്ന കർക്കശമായ നിർദ്ദേശമാണ് അല്ലാഹു ഇവിടെ നൽകുന്നത്. വയുബയ്യിനു ആയാതിഹി ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ, ജനങ്ങൾക്ക് ഇപ്രകാരം അല്ലാഹുവിൻ്റെ വചനങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു, അവർ ആലോചിച്ച് ചിന്തിച്ച് ലഅല്ലഹും യതദക്കറൂൻ, അവർ ആലോചിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. وإذا سألك عبادي عني فإني قريب أجيب دعوة